ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ദാ ലുലേനെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു വരേണ്ട. അപ്പോൾ നമ്മൾ താഴത്തെ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, അതിലൊരു പണിക്കാരൻ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇബ്ബയും സുക്കുമ്പാടെ അത് അവിടെ ഇന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഒരു 6 മണിക്കൊക്കെ വന്നതാണ് കേട്ടോ പണിക്ക്. അപ്പോൾ അവർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ റെഡിയാക്കും വേണം. അപ്പോൾ ഞാൻ പിന്നെ വേഗം കിച്ചണിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. പിന്നെ എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ചിക്കൻ കറി അപ്പാണ് കേട്ടോ ഞാൻ രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഇബ്ബാക്കും അച്ചൂനും ഒക്കെ ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഞാനും ചായയൊക്കെ കുടിച്ചിട്ടോ. അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ക്ലീനിങ്ങിന് നിന്നത്. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം പച്ചക്കറി ഒന്നും കൊണ്ടുവച്ചതുണ്ടായിരുന്നില്ല. അപ്പോൾ ഇബ്ബ പാണ്ടിക്കാടേക്ക് പോകുന്നുണ്ട്. തിരിച്ച് വരുമ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഇപ്പോൾ സാധനം കൊണ്ടുവരുമ്പോഴത്തേക്കും ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് മേലെ തുടക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചിട്ട് താഴെ വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മേലത്തെ തുടക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ താഴെ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാ മേലത്തെ റൂമുകളൊക്കെ തുടച്ച് വന്നിട്ട് പിന്നെ സ്റ്റെപ്പ് ഇങ്ങനെ തുടക്കാനുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഇതാ മോനുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ മോന് വീഡിയോയിൽ കാണുമ്പോഴാണ് കേട്ടോ മോന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ ദാ ഞാൻ താഴെ പണി എടുക്കുന്ന ആൾക്ക് ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ചായ വേണ്ട, ഒരു 10 മണിക്കൊക്കെ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ അവർക്ക് വേഗം കുറച്ച് ചായയും ബിസ്ക്കറ്റും കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ കൊടുന്ന് വെച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തു കേട്ടോ. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് സാവകാശം ചായ കുടിക്കുമ്പോഴത്തേക്കും ഒരു വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സമയത്ത് ചായ കുടിക്കില്ല, 10 മണിക്കാണ് ചായ കുടിക്കലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ അതൊക്കെ പിന്നെ ഞാനിതാ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ചായയും കടിയൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം കൊടുത്തപ്പോൾ വിചാരിച്ചു പണിയെടുത്ത് കുഴങ്ങി വരികയല്ലേ, അപ്പോൾ ചിലപ്പോൾ അപ്പം കഴിച്ചാലൊന്നും വിശപ്പ് മാറിയില്ലെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ടായിട്ട് അപ്പോൾ അതിന് 2-3 എടുത്തിട്ട് അതും ചുട്ടിട്ട് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇതാ പാണ്ടിക്കാട് നിന്ന് വന്നിട്ട് സാധനങ്ങളൊക്കെ കൊണ്ട് തന്ന് പോവുകയാണേ. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നതിൽ മീനും പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ മീനൊക്കെ വേഗം വെള്ളത്തിൽ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിരുന്നു. പിന്നെ അതാ ഞാൻ വേഗം വന്നിട്ട് ഇവിടെ താഴെയും കൂടി അടിച്ചു വാരിയിട്ട് തുടക്കാൻ നിൽക്കാണ്ട്. അപ്പോൾ ഇത് ഏതായാലും ക്ലീനിങ്ങിൽ നിന്നതാണല്ലോ. അപ്പോൾ ഇത് തീർത്തിട്ട് ഇനി കിച്ചണിലേക്ക് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഇനി പിന്നെ ഒരാൾ ഏറുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു പണി കൂടുതലില്ല പോലെ തോന്നും. അപ്പോൾ നമുക്ക് ഒരാൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്നും ആവില്ല എന്ന് തോന്നിട്ടോ നമ്മൾ പണിയൊക്കെ ഇങ്ങനെ ആകം പോലെ എടുത്ത് നിന്നാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 10-10:30 ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഒന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ വേഗം കിച്ചണിൽ ചെന്നിട്ട് ചോറും മീനും കറികളും ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഇവിടേക്ക് ഇങ്ങനെ അടിച്ചു വാരാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ അവിടേക്ക് ഒന്ന് തുടച്ചിട്ടിട്ട് പോരുകയാണ്. അപ്പോൾ മോനും കൂടെ ഉണ്ട് കേട്ടോ. മോൻ്റെ ഓരോ വിക്രസും കൊണ്ട് അവനും ഉണ്ട് കേട്ടോ കൂടെ. ഇന്ന് പച്ചക്കറികളൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിന്നത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചിലപ്പോൾ കിച്ചണിലേക്ക് അങ്ങനെ കയറിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കലാണ് കേട്ടോ ചെയ്യില്ല. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ പണിക്ക് ആൾ വന്നപ്പോഴാണ് കേട്ടോ പിന്നെ ഇങ്ങനെ പണിക്ക് ആളുണ്ട് എന്ന് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ ഇന്നലെ വരും എന്ന് പറഞ്ഞു, പക്ഷേ വന്നില്ല. പക്ഷേ ഇന്ന് രാവിലെ വന്നപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഉപ്പേരിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇബ്ബാനോട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൈകിയതാണ് കേട്ടോ കിച്ചണിലത്തെ പണികളൊക്കെ എടുക്കാൻ. അപ്പോൾ ഇതാ നമ്മളെ തുടക്കലൊക്കെ അങ്ങനെ തീർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ഇതാ നമ്മൾ ചായ ഉണ്ടാക്കിയ പാത്രം മുതലേ ചായ കുടിച്ച പാത്രങ്ങളൊന്നും കഴുകി വെച്ചിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചൊന്ന് അകത്തെ പണി കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് നിന്നിട്ട് അങ്ങനെ പാത്രം കഴുകലും ഫുഡ് ഉണ്ടാക്കലും ഒക്കെ ഒന്നിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. അങ്ങനെ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഇതാ വേഗം എടുത്ത് വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും സിങ്കും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ വേസ്റ്റും ബാസ്ക്കറ്റൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് കവറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ കിച്ചണും ഒന്ന് തുടച്ചിടുകയാണ്. അപ്പോൾ അത് തുടച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നത് വർക്ക് ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ വർക്ക് ഏരിയയിൽ ചെന്നാൽ പിന്നെ അവിടെ വെച്ചിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഉള്ളിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് ചെയ്യല്. അല്ല ചില സമയം ഞാൻ ഇവിടെ വെച്ചിട്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എന്ന് വിചാരിച്ചു ഇങ്ങനെ ഉള്ളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് വർക്ക് ഏരിയയിൽ നിന്നിട്ട് ക്ലീൻ ചെയ്യാമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഒന്നും ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വൃത്തിയേടായി കിടക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് ഏരിയ പിന്നെ ഒന്നിച്ചങ്ങനെ വെള്ളം പാർന്നിട്ട് കഴുകാൻ ചെയ്യൽ. അങ്ങനെ എന്താ കിച്ചൻ്റെ പരിപാടിയും കഴിഞ്ഞ് അവിടെയും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ വർക്ക് ഏരിയയിലേക്ക് വരികയാണ്.
അപ്പോൾ ആ പച്ചക്കറികൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ചിരങ്ങ തേങ്ങ അരച്ചിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വാഴയ്ക്കയും പയറും ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വാഴയ്ക്കയും പയറും ഉപ്പേരി എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്നിച്ചുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ വിളിക്കുമ്പോൾ എന്നോട് എന്താ ഉപ്പേരി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉപ്പേരിയാണെന്ന് കേട്ടോ പറയില്ല. അപ്പോൾ അവരവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അവിടെ എന്താ ഉപ്പേരി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും എൻ്റെ ഉപ്പേരിയാണെന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത്രത്തോളം ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആര് വന്നാലും അധികം ഉപ്പേരി ഈ വാഴയ്ക്കയും പയറും തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ അത് രണ്ടും എടുത്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യം ചിരങ്ങ ഞാൻ നല്ലോണം അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ കുറച്ച് സമയം അങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാനിതാ വാഴയ്ക്കയും പയറും അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ സ്റ്റൗമ്മ കറിയും ഉപ്പേരിയും ഒക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പേരിയും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് തൂമിക്കലും ഇതൊക്കെ അവിടെ തന്നെ ചെയ്തിട്ട് പിന്നെ ഞാനിത് ആ മക്കളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും പിസ്സ ഫ്രൈ പാനിൽ ഉണ്ടാക്കാമെന്നുള്ളതൊക്കെ ഞാനും തന്നെ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നുണ്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും ട്രൈ ആക്കി നോക്കിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ കുറച്ച് ചിക്കനൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഒരു പിസ്സ ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി പിസ്സ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നല്ല പൈസ കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നൊരു സാധനമാണുള്ളത്. അപ്പോൾ അതൊന്നും എപ്പോഴും എല്ലാവർക്കും വാങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ മക്കൾക്കൊക്കെ ചിലപ്പോൾ കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പിസ്സയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണ് ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം പിന്നെ ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുന്നത് ഇതാ ചൂടുവെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളമൊന്നും എടുത്തിട്ട് ചെയ്യരുത് കേട്ടോ. ഒരു ചെറിയ ചൂടുവെള്ളം, ഒരു ഇളം ചൂടുവെള്ളം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമ്മളെ കൈയൊന്നും അങ്ങനെ മുക്കി കൊടുത്താൽ പൊള്ളാത്ത രീതിക്കുള്ള ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഇട്ടത് കൊണ്ട് അത് വേഗത്തിലൊന്ന് നല്ലോണം ഒന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തായാലും ചൂടുവെള്ളം വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. അങ്ങനെ ഞാൻ ആദ്യം ഈ പൊടികളൊക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുത്തു. അതിന് ശേഷം ആവശ്യത്തിന് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കണ്ട. അപ്പോൾ നല്ലോണം ലൂസായി പോവാതെ ഒന്ന് ശ്രദ്ധിക്കണ്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ മാവൊക്കെ ഉണ്ടാക്കൂലേ, അതിനേറെ കുറച്ചും കൂടി ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ ഞാനത് ആ ചുടുവെള്ളം പാകത്തിനൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലോണം തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ നല്ലോണം ഓയിൽ തടവി കൊടുക്കണ്ടോ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ തന്നെ കേട്ടോ തടവി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മാവുണ്ടല്ലോ അത് ഇതിൽ വെച്ചിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ട് അത് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ നല്ലോണം ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി കൊടുക്കണ്ടോ. അപ്പോൾ നമ്മൾ മാവിൻ്റെ പരുവൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളൊരു 3 മണിക്കൂറിന് ശേഷം നമ്മൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ആ പണിക്കാരന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞാൻ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഇതിന് 2, 2.5, 3 മണിക്കൂറിലേറെ ആയിട്ടുണ്ടാവും കേട്ടോ. കാരണം ഉച്ചക്ക് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റെസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് സമയം ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുത്ത് നോക്കുന്നത്. അപ്പോൾ നമ്മളെ മാവ് നല്ലോണം പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുഴച്ച് വെച്ചതിനേക്കാൾ ഡബിൾ സൈസായിട്ട് അത് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും തന്നെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് വീണ്ടും അതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് കുഴച്ചെടുത്തിട്ട് നമ്മളത് 2 പോർഷനാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം 2 പോർഷൻ ആക്കണത് ഞാൻ 2 പാനിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. 2 ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 2 പാനിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു പാനിൽ ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് മൈദയൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ 2 ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മക്കൾക്ക് നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ അവർക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ശരിയായാലും ശരിയായിട്ടില്ലെങ്കിലും അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് 2 ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ബോളാക്കിയിട്ട് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ നോർമലായിട്ട് നമ്മുടെ മസാല ഇട്ടിട്ട് തന്നെ കേട്ടോ പൊരിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ക്യാപ്സിക്കം വലിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചീസ് ഞാൻ നോക്കുമ്പോൾ ഈ ചെറിയ ചീസിൻ്റെ പാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ഒരുപാട് ചീസൊക്കെ വേണം കേട്ടോ. ഈ പിസ്സ എന്ന് പറയുന്നത് തന്നെ നല്ലോണം ചീസ് ഇട്ടാലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ച് ചീസുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും വേണ്ടില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പിസ്സ സോസ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാനത്
ഉണ്ടാക്കി വെച്ച വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം ഞാൻ പെട്ടെന്ന് ഈ വീഡിയോൻ്റെ കാര്യം മറന്നിട്ട് വേഗം ഒന്ന് ഉണ്ടാക്കുകയുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളിയും വലിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് എണ്ണയിൽ വഴറ്റിയിട്ട് അത് നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കുന്നതാണ് കേട്ടോ ഈ പിസ്സ സോസ്. ഇൻഷാ അള്ളാ ഞാൻ വീണ്ടും ഒരു പിസ്സൻ്റെ സിമ്പിൾ ഒറ്റയ്ക്കുള്ള റെസിപ്പിയുമായിട്ട് വരുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് ഇതിൻ്റെ സോസ് ഉണ്ടാക്കണമൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ എന്താ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാനിൽ നമ്മളൊരു മൈദൻ്റെ ബോൾ എടുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ്സാക്കി കൊടുക്കുകയുണ്ടോ. അപ്പോൾ സൈഡ് കുറച്ച് കനം കൂട്ടിയിട്ട് സെൻറ്ററിലൊക്കെ കനം കുറവായിട്ടാണ് കേട്ടോ പരത്തി കൊടുക്കേണ്ടത്. അങ്ങനെ ഞാനത് ഫുള്ളും പരത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു പോർക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുകയാണ്. കാരണം ഈ സോസൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. അങ്ങനെ ഇതാ എല്ലാ ഭാഗത്തും ഇതിങ്ങനെ പോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആദ്യം ഇതിലേക്ക് നമ്മുടെ പിസ്സ സോസ് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആ സോസ് നല്ലോണം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് നമ്മുടെ ക്യാപ്സിക്കവും വലിയുള്ളിയും ഒക്കെ ചേർത്ത് കൊടുക്കാണ്ട്. അപ്പോൾ ക്യാപ്സിക്കവും വലിയുള്ളിയൊക്കെ ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ അരിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ രീതിക്ക് ഇങ്ങനെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ പിന്നെ ഒലീവ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കിയതും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ടോ. പിന്നെ നമ്മുടെ ചീസ് ഇങ്ങനെ കട്ടാക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മൊസറല്ല ചീസൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലോണം ചരണ്ടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ടി വിയിലൊക്കെ കാണും, വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ചീസ് പൊങ്ങി വരുന്ന പോലെയൊക്കെ തോന്നൂലേ, അതേപോലെ തന്നെ ആയിക്കിട്ടും. പക്ഷെ നമ്മളത് അങ്ങനെയൊന്നും ആയില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ ചീസിൻ്റെ നല്ലോണം കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 2 പാനിലും അങ്ങനെ ഒക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ആ പിസ്സ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ ആദ്യം സ്റ്റൗമ്മ വെച്ച് കൊടുക്കണതിൻ്റെ മുന്നത്തെ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ നല്ല റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പിസ്സ. പക്ഷേ ഇതിൻ്റെ കട്ടിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നല്ലാതെ ടേസ്റ്റൊക്കെ അതേപോലെ തന്നെയാണ്. കാരണം നമ്മൾ ടേസ്റ്റ് നമ്മൾ വിചാരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ വേറെ ടേസ്റ്റും കടയിൽ നിന്ന് വാങ്ങും അങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷേ ഇതിൽ ചീസിൻ്റെ ഒരു കമ്മി ഉണ്ട് എന്നല്ലാതെ വേറൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും മക്കൾക്ക് നിങ്ങൾ എന്തായാലും ഈ പിസ്സ ഒന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. കാരണം മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. കാരണം അവരിങ്ങനെ ടി വിയിലൊക്കെ കാണുമ്പോൾ അവർക്ക് അത് കഴിക്കാനും ഒക്കെ നല്ല ആഗ്രഹമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ ചിലപ്പോൾ കരുതിയ പോലെ പൈസ ഒന്നും ഇല്ലെങ്കിൽ നമ്മളതൊന്നും വാങ്ങിക്കൊടുക്കാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഇത് കുറഞ്ഞ പൈസക്ക് നമ്മളൊരു 100 രൂപയൊക്കെ കയ്യിലുണ്ടെങ്കിൽ 150 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ എന്തായാലും നിങ്ങൾ ഈ പിസ്സ ഒന്ന് റെഡിയാക്കി കൊടുക്കണേ. അപ്പോൾ അവരെ പൂതിയും തീരും, നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത് അവർക്ക് സമാധാനത്തിൽ കഴിക്കാൻ കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ രണ്ടാമത്തെ പാനിലും ഇതേപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ രണ്ടും സ്റ്റൗവിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 പാനും ഞാൻ സ്റ്റൗ കത്തിച്ചിട്ട് സ്റ്റൗവ് വെച്ച് കൊടുക്കണ്ട. അപ്പോൾ ചെയ്യേണ്ടത് ഇതാ നമ്മൾ ഒരു ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു പാന് ഞാൻ ഗ്ലാസിൻ്റെ അടപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഇങ്ങനെ അടച്ച് കൊടുക്കണം. അപ്പോൾ അതും ഒരു ഹോളിലുണ്ട് അതൊരു പേപ്പർ വെച്ചിട്ട് ആവി പുറത്ത് പോകാത്ത രീതിയിൽ അങ്ങനെ കേട്ടോ അടച്ച് കൊടുക്കുന്നത്. പിന്നെ അടുത്തതും തന്നെ ഞാനൊരു ഗ്ലാസിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ മൂടി കൊടുത്തിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അടപ്പ് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പിസ്സ ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കട്ടെ. അപ്പോഴത്തേക്കും ആ വർക്ക് ഏരിയയിൽ കുറച്ച് തുണികൾ ഉണങ്ങിയത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുക്കാനും പിന്നെ അവിടെ കുറച്ച് ഇന്ന് അലക്കിയത് വിരിച്ചിടാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോഴത്തേക്കും 20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പിസ്സ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പിസ്സയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ തീയൊന്നും ഓഫ് ആക്കിയിട്ടില്ല. നമ്മൾ റെഡി ആയോ എന്നുള്ളത് ഒരു പോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ള് വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ സ്മെല്ല് ചെയ്യുന്നു കേട്ടോ. നമ്മുടെ പിസ്സൻ്റെ അതേ സ്മെല്ല് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങൂലേ അതേ പിസ്സൻ്റെ സ്മെല്ല് തന്നെ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാൻ മറ്റേ പിസ്സയിൽ തന്നെ അടപ്പൊക്കെ മാറ്റി കൊടുത്തു എന്ന് പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ട്രൈ ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ.
അങ്ങനെ നമ്മുടെ പിസയൊക്കെ ഞാൻ പാനിൽ നിന്നും ഇതാ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് ഇങ്ങനെ കട്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ പിസയൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മക്കൾക്കൊക്കെ അത് എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്